ഭിന്നസംഖ്യയോ ദശാംശ സംഖ്യയോ ശതമാനമാക്കുന്നതിന് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഷോർട്ട് കട്ടാണ്, അത് ഓർത്തിരിക്കുക. ഭിന്നസംഖ്യയോ ദശാംശ സംഖ്യയോ ശതമാനമാക്കുന്നതിന് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 23/184 ശതമാനമാക്കി എഴുതാം, 100 കൊണ്ട് ഗുണിക്കാം. 23/184 ഗുണം 100, 4 ഇട്ട് വെട്ടാം. ലാസ്റ്റ് രണ്ട് സംഖ്യ 4ൻ്റെ ഗുണിതമാണ് വെട്ടാം. 4 4 16, 4 6 24, 4 25. ഇവിടെ 23 1, 23 2, അതായത് 25 × 1/2, 25/2 ശതമാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഭിന്നസംഖ്യ 100 ഇട്ട് ഗുണിച്ചാൽ മതി. 23/184 ഗുണം 100, 25/2 ശതമാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതുപോലെ ഇവിടെ 1.25 ദശാംശ സംഖ്യയുടെ ശതമാനം കാണുന്നതിന് 100 ഇട്ട് ഗുണിച്ചാൽ മതി. 1.25നെ 100 ഇട്ട് ഗുണിക്കുമ്പോൾ വലത്തോട്ട് മാറും ദശാംശം. 100 ഇട്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് അങ്ങ് പോകും. 125 ശതമാനം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് ദശാംശ സംഖ്യയുടെ ശതമാനം കാണുന്നതിനും ഭിന്നസംഖ്യയുടെ ശതമാനം കാണുന്നതിനും അതിനെ 100 ഇട്ട് ഗുണിച്ചാൽ മതി. 23/184 ശതമാനം കാണുന്നതിന് 100 ഇട്ട് ഗുണിക്കുക. 184 100 കൂടെ 4 വെച്ച് കട്ട് ചെയ്യുക. 25/2 ശതമാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1.25 എത്ര ശതമാനമാണ്? ഡാഷ് ശതമാനം. അതായത് 1.25നെ 100 ഇട്ട് ഗുണിക്കുക, അതിൻ്റെ പോയിന്റ് അങ്ങ് പോകും. 125. ഓപ്ഷൻ സി ആണ് ഉത്തരം.